കൂടി ഒരു ടേസ്റ്റി ആയിട്ടുള്ള അമൃതം പൊടിയുടെ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ക്യാരറ്റ്, മട്ടർ, ഉള്ളി പിന്നെ ഈ അമൃതം പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അമൃതം പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ചൂടാക്കരുത്, കാരണം അത് അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് പൊടി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അടുത്ത വേറൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കടുകൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ച ക്യാരറ്റ്, മട്ടർ എന്ന് പറയുന്നത് പട്ടാണിയാണ്. അപ്പോൾ അതും പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് മൂന്നും എന്താ പറയുക, കുറച്ച് സമയം എടുക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്ന് നല്ലോണം വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നല്ലോണം വെന്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എന്താ പറയുക ചൂടാക്കി വെച്ച ഈ പൊടി, അമൃതം പൊടി, കുറച്ച് വെള്ളം കൂട്ടി പിട്ടിന് കുഴയ്ക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് വെന്ത് കഴിയുന്ന സമയത്ത് നേരത്തെ നമ്മൾ കുഴച്ച് സെറ്റാക്കി വെച്ച അമൃതം പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാം. വലിയ എന്താ പറയുക പണികളൊന്നുമില്ല. ചെറിയ രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക നല്ല മധുരമായിരിക്കുമല്ലോ. അപ്പോൾ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഞങ്ങൾക്കിവിടെ തേങ്ങ പൊടിയായിട്ടാണ് ഞങ്ങൾ മേടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പം നല്ലോണം ഇളക്കി കൊടുത്ത് നമുക്ക് ഇത് ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണിത്. അടിപൊളി ഉപ്പുമാവാണ്.